ഇവിടെ നമ്മൾ ISIS എന്താണെന്ന് ആദ്യം പരിശോധിക്കണം. ISIS എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന ISIS, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ, അറബി ഭാഷയിൽ ദൗല ഇസ്ലാമിയ ഫിൽ ഇറാഖി വ ഷാം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം സത്യത്തിൽ അബൂബക്കർ ബാഗ്ദാദി നേതൃത്വം കൊടുക്കുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു മുസ്ലിം രാഷ്ട്രവും ഔദ്യോഗികമായി ISനെ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല എല്ലാ മുസ്ലിം സംഘടനകളും ISനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. IS എന്ന് പറയുന്ന സംഘടന ഇസ്ലാമുമായി ബന്ധമുള്ളതാണെന്ന് ഒരാളും ഒരു മുസ്ലിം രാജ്യവും പറഞ്ഞിട്ടില്ല. അവർക്കൊരു മുസ്ലിം രാജ്യവും അന്ധമായ പിന്തുണ കൊടുത്തിട്ടുമില്ല. നമുക്കും പറയാനുള്ളത് ISന്റെ ഇതം പര്യന്തമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ഈ സമൂഹത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ ചീത്തപ്പേരും, അവർ ഏത് രാജ്യത്താണോ പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയും, അതുപോലെ തന്നെ മൊത്തത്തിൽ സമുദായം ഏതാണെങ്കിലും സമൂഹത്തിന് നാശവുമാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. ഇസ്ലാമിക സമാജത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്തരം ഒരു സമീപനം ശരിയല്ല. IS നമ്മുടെ നാട്ടിൽ വളർന്നാൽ അത് ഇസ്ലാമിന്റെ അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? കാരണം ആഗോളതലത്തിൽ ഇന്ന് IS ചെയ്യുന്ന പ്രവർത്തനം ഭരണകൂടങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും ജനങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തുകയും ആ രീതിയിൽ ഈ സമൂഹത്തിൽ അപകടമുണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷെ സംശയം നമുക്ക് ധാരാളമുണ്ട്. നേരത്തെ ഈ അബൂബക്കർ ബാഗ്ദാദി എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിം അല്ല എന്ന ആരോപണം നിലനിൽക്കുന്നത് പോലെ തന്നെ IS നടത്തുന്ന സംഘടനകളിലൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇസ്രായേൽ ആയുധമാണല്ലോ. എന്താണ് ആ ആയുധം അവർക്ക് കിട്ടാൻ കാരണം? എങ്ങനെ അവർക്ക് ആ ആയുധം കിട്ടി? നമ്മളത് പരിശോധിക്കേണ്ടതല്ലേ? അമേരിക്കൻ നിർമ്മിതമായ പലതും അവരുടെ കൈവശമുണ്ടല്ലോ. ഇനി അതിനൊക്കെ പുറമെ നമുക്ക് സംശയിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സദ്ദാം ഹുസൈൻ, അതുപോലെ തന്നെ പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ, അപ്രകാരം തന്നെ കേണൽ ഗദ്ദാഫി, ലിബിയയിലെ കേണൽ ഗദ്ദാഫിയും ഇറാഖിലെ സദ്ദാം ഹുസൈനും, ഈ രണ്ടുപേരും ഭരണാധികാരികളായിരുന്നു. അവർക്ക് അതിന്റേതായ പ്രൊട്ടക്ഷൻ സംവിധാനം ഉണ്ടായിരുന്നു. ഈ പ്രൊട്ടക്ഷൻ സംവിധാനമുള്ള, സെക്യൂരിറ്റി ഫോഴ്സ് ഉള്ള ഒരു ഭടന്മാരും അതുപോലെ തന്നെ പോലീസും എല്ലാ സംവിധാനവുമുള്ള ഒരു ഭരണകൂടത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന അനുയായികളുടെ രണ്ട് നേതാക്കളെ എത്ര പെട്ടെന്നാണ് അവർ തെരുവിൽ പട്ടികളെ കൊല്ലും പോലെ കൊന്നത്, ചിത്രവധം നടത്തിയത്, മോശമായ രീതിയിൽ അവരെ കൊന്നൊടുക്കിയ കാഴ്ച നമ്മൾ കണ്ടല്ലോ. രണ്ടു ഭരണാധികാരികളെ നിഷ്പ്രയാസം കൊന്നൊടുക്കാൻ അമേരിക്കൻ സൈന്യത്തിന് സാധിച്ചുവെങ്കിൽ, പ്രഗത്ഭരായ ആളുകളെ ഗോണ്ടനാമയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിൽ, പല രാജ്യങ്ങളിലും അവർക്ക് ഇതുപോലത്തെ പ്രവർത്തനങ്ങൾക്ക് ശക്തി ഉണ്ടായെങ്കിൽ, എന്തുകൊണ്ട് ഒരു രാജ്യം പോലും ഇല്ലാത്ത, വലിയ ജനപിന്തുണയൊന്നുമില്ലാത്ത, രാജ്യങ്ങൾ മുഴുവൻ എതിർക്കുന്ന അബൂബക്കർ ബാഗ്ദാദി എന്ന് പറയുന്ന ഒരു തെമ്മാടിപ്പടക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയെ അമേരിക്ക എന്തുകൊണ്ട് പിടികൂടുന്നില്ല? എന്തേ അയാളെ നശിപ്പിക്കുന്നില്ല? അയാളെ എന്തുകൊണ്ട് ബോംബിട്ട് നശിപ്പിക്കാൻ കഴിയുന്നില്ല? അതിന്റെ കാരണം നമ്മൾ തികഞ്ഞന്വേഷിക്കണം. അമേരിക്കക്ക് അതിൽ താല്പര്യമില്ല. അയാളെ കൊല്ലലോ ആ സംഘത്തെ നശിപ്പിക്കലോ അല്ല അമേരിക്കയുടെ ലക്ഷ്യം എന്ന് നമ്മൾ സംശയിച്ചാൽ തെറ്റുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഊഹങ്ങളും സംശയങ്ങളുമാണെങ്കിലും അതിന് ബലം നൽകുന്ന രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഈ അബൂബക്കർ ബാഗ്ദാദി അടക്കം നേതൃത്വം കൊടുക്കുന്ന, ഇനി അയ്മൻ നവാഹിരി ആണെങ്കിലും ആരാണെങ്കിലും ശരി, അതിന്റെ തലപ്പത്തുള്ള ആളുകൾ ആരാണെങ്കിലും ശരി, അവർ എവിടെ നിന്ന് വരുന്നു, അവരാരാണ് എന്നൊക്കെ സമൂഹത്തിൽ കൃത്യമായി പഠിക്കാൻ ഇന്ന് ലോകത്ത് സംവിധാനമുണ്ടല്ലോ. അവരുടെ പൂർവ്വകാല ചരിത്രങ്ങൾ പുറത്തുവിടട്ടെ, അവരാരാണെന്ന് സമൂഹത്തോട് പറയട്ടെ. നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സംവിധാനം ഉണ്ടാകണം. ഒരു കാര്യം മുസ്ലിം പണ്ഡിതന്മാർ തുറന്നു പറയണം, ഈ ISുമായി മുസ്ലിം സമൂഹത്തിന് യാതൊരു ബന്ധവുമില്ല. ലോകത്തെ പല പണ്ഡിതന്മാരും അത് പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ നമുക്ക് തീർത്തു പറയാൻ കഴിയും, കേരളത്തിലെ ഒരു മതസംഘടനയും ISനെ അംഗീകരിക്കുന്നില്ല. ISന്റെ പ്രവർത്തനത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ISന്റെ പേര് പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ വേട്ടയാടുന്ന സമീപനം ആര് സ്വീകരിക്കുന്നുവെങ്കിലും അത് ഈ രാജ്യത്ത് അസഹിഷ്ണുതയുണ്ടാക്കും. ISന്റെ പേര് പറഞ്ഞൊരു മുസ്ലിമിനെ വേട്ടയാടേണ്ട കാര്യമില്ല. സാക്കിർ നായിക്കിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ISന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളാക്കാനോ അയാളുടെ പ്രസംഗം കേട്ട ആളുകൾ അതിലേക്ക് ഒഴുകി എന്ന് പറയുവാനോ തെളിവ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അത് ഭരണകൂടം പുറത്തു കൊണ്ടുവരണം. അന്ധമായി സാക്കിർ നായിക്കിനെ ന്യായീകരിക്കാൻ ഈ നിലപാട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയല്ല. അങ്ങനെ നായിക്കിനെ ന്യായീകരിക്കേണ്ട കാര്യവും നമുക്കില്ല. മറിച്ച് ഇന്ന് നായിക്കിന്റെ നേരെയാണെങ്കിൽ നാളെ നമ്മുടെ നേരെ വരും. നാളെ നമ്മുടെ മതപ്രവർത്തനങ്ങളെ കൂച്ചുവിലങ്ങിടും. ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ലൈക്ക് അടിച്ചു, അതല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അയാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും പുതിയ ചിന്താഗതി കൊണ്ടുവന്ന് അതിന്റെ പേരിൽ അന്വേഷണം നടത്തുവാനും അതിന്റെ പേരിൽ പിടികൂടുവാനും ശിക്ഷിക്കുവാനും ഒക്കെ സംവിധാനമൊരുക്കിയാൽ ആരെയും അകത്താക്കാൻ നമ്മുടെ നിയമത്തിന് കഴിയും. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഇതല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞ് പഠിച്ച് ഈ സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളിലേക്ക് നീങ്ങി സൗഹൃദവും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കുകയല്ലാതെ ഒരു ഫാഷിസ്റ്റ് സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് ഒരു മതത്തെയും സമൂഹത്തെയും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ അപകടമാണ് നമ്മുടെ രാജ്യത്ത്.